കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഇത്തവണ അവാർഡ് ലഭിക്കുക. പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം അച്ചടി മാധ്യമ വിഭാഗത്തിൽ അവാർഡിനർഹയായ അക്ഷേക സുധരാജ് തൃശൂർ മാതൃഭൂമി ലേഖികയും, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ അവാർഡ് ലഭിക്കുന്ന ഉന്മേഷ് പായം ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടറുമാണ്. തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അക്ഷേകയെ അവാർഡിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയില്ലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം. ഇരുവർക്കും 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാക്കളും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യങ്ങളുമായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സുബീഷ് തെക്കൂട്ട് എന്നിവരാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. പുരസ്കാരം ജൂൺ അവസാന വാരത്തിൽ സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ ടോണി PS എന്നിവർ അറിയിച്ചു. പത്രമാധ്യമ വിഭാഗത്തിൽ തൃശൂർ മാതൃഭൂമി ലേഖിക അക്ഷേക സുധരാജനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായലിനുമാണ് അവാർഡ് അർഹമായിട്ടുള്ളത്. പുരസ്കാരം തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയ്ക്കാണ് അക്ഷേകയെ അവാർഡിന് അർഹനാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയിലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇരുവർക്കും 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുന്നതാണ്.